la 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 la. All for my boys said the style was legit. Cash in the back, clutch slipping, belly quit. Pull up in the whip, engine humming like a grit. No time for the slip, homie. Now we bout to dip. ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിലെ പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ അന്റാർട്ടിക്കയിലെ തണുപ്പിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ഈ ലോക്കർ റൂമിൽ നിന്നാണ് തുടക്കം. കപ്പലിൻ്റെ പടവുകളിറങ്ങി ഞങ്ങൾ താഴേക്ക് നടന്നു നീങ്ങി. പ്രത്യേക ജാക്കറ്റും ബൂട്ടുകളും ധരിച്ചാണ് ഈ തണുപ്പിലേക്കുള്ള യാത്രയ്ക്ക് ഞങ്ങൾ സജ്ജരായി നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ എക്സ്പെഡീഷൻ ഗൈഡ് ജഫ്. ഇദ്ദേഹം ഒരു അടിപൊളി മനുഷ്യനാണ്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. നീലക്കടലിലും മഞ്ഞുപാളികൾക്കിടയിലൂടെ ഞങ്ങളുടെ സോഡിയാക്ക് ബോട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പിന്നിൽ ദൂരേക്ക് മറയുന്ന ഞങ്ങളുടെ കപ്പൽ ആൽബട്രോസ് അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. അതാ നോക്കൂ, മഞ്ഞ് പുതച്ച മലനിരകൾ, വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന പെൻഗ്വിനുകൾ, പ്രകൃതിയുടെ ഈ വിസ്മയ കാഴ്ചകൾ വാക്കുകൾക്ക് അതീതമാണ്. മഞ്ഞുപാളികൾ ഉറങ്ങുന്ന അന്റാർട്ടിക്കയുടെ മണ്ണിൽ പ്രകൃതി ഒരുക്കിയ ഒരു മനോഹര കാഴ്ചയുണ്ട്. ഐക്കോ ഐലൻഡ് കേവലം ഒരു ലാൻഡിംഗ് സൈറ്റ് എന്നതിലുപരി സാഹസികതയുടെയും ചരിത്രത്തിൻ്റെയും ഒരു വലിയ കഥ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. 20-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ ഇവിടെ നങ്കൂരം വിട്ടിരുന്ന നെക്കോ എന്ന നോർവീജിയൻ തിമിംഗല വേട്ട കപ്പലിൽ നിന്നാണ് നെക്കോ എന്ന പേര് വന്നത്. അക്കാലത്ത് അന്റാർട്ടിക്ക മേഖലയിലെ തിമിംഗല വേട്ടയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രദേശം. ദൂരതീരത്ത് വെയിൽ കായാനിറങ്ങിയ സീലുകൾ. ഞങ്ങൾ ആ മഞ്ഞിൻ്റെ തീരത്തേക്ക് അടുക്കുമ്പോൾ മനസ്സിലൊരിക്കലും മറക്കാനാവാത്ത ഒരു സ്വപ്നയാത്രയുടെ തുടക്കം കുറിക്കുന്നതിൻ്റെ സന്തോഷം മനസ്സിൽ അലതല്ലുകയാണ്. ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ ആകാംക്ഷകളാണ് ഉണർത്തുന്നത്. അപ്പോൾ ആദ്യ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം അന്റാർട്ടിക്കയിൽ ഇറങ്ങുക, അന്റാർട്ടിക്കയിൽ നടക്കുക, അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ ആസ്വദിക്കുക എന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും അന്റാർട്ടിക്കയിൽ ഇറങ്ങാൻ പറ്റി, അത് ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇവിടെ വൾക്കാനിക്കോയുടെ ആ ആഷസ് അടിഞ്ഞ് ആണത് ഈ കാണുന്ന കറുത്ത മണ്ണ് ഇവിടെ ഇങ്ങനെ രൂപപ്പെട്ടത്. അപ്പോൾ അപ്പുറത്താണ് മഞ്ഞ് മൂടിയ ആ മലകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും എല്ലാ ഭാഗത്തും മഞ്ഞ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ മഞ്ഞില്ല. കാരണം ചില ഭാഗങ്ങളിൽ മഞ്ഞില്ലാതെ പാറ മാത്രമാണ്. ചില സമയങ്ങളിൽ മഞ്ഞ് മൊത്തം മൂടും. വെള്ളമൊക്കെ ഒഴുകി വഴുവഴുക്കുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ താഴെ പോകും. ഈ വഴിയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ ചിലപ്പോൾ ആഴത്തിലുള്ള മഞ്ഞാണ്. അത് വലിയ അപകടകരമായി ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ച് ഈ കൊടിക്കിപ്പുറമുള്ള മഞ്ഞിലൂടെയാണ് ഇവിടെ നടക്കുന്നത്. പെൻഗ്വിൻ്റെ നടപ്പ് നോക്കി, നല്ല കറക്റ്റ് ഒരേ പൊസിഷൻ. മുമ്പേ പോകണ ആളിൻ്റെ പുറകെ അതേപോലെ നമ്മളിങ്ങനെ ഈ പുറകിലെ കയ്യും കെട്ടി നടക്കുന്ന പോലെ നല്ല രസമുണ്ട് ആ കാഴ്ച. അന്റാർട്ടിക്കയിലെ എൻ്റെ ആദ്യത്തെ ഇറക്കമാണ് ഐക്കോ ഐലൻഡ്. ഈ ഐക്കോ ഐലൻഡ് എന്ന് പറയുന്നത് പെൻഗ്വിൻ്റെ ഒരു വലിയ ആവാസ കേന്ദ്രമാണ്. ഇവർ നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ ഈ പെൻഗ്വിൻ്റെ 5 മീറ്റർ മാറിയേ നമ്മൾ നിൽക്കാറുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് പോകരുത്. കാരണം 2-3 കാര്യമുണ്ട്. ഒന്ന്, അത് ഇവരുടെ ആവാസ കേന്ദ്രമാണ്, അവർക്കത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, അടുത്ത് പോയാൽ പക്ഷിപ്പനി പോലെയുള്ള ചില പനികൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം
നമ്മൾ 5 മീറ്റർ മാറി മാത്രമേ ഇവരുടെ അടുത്ത് ചെല്ലാവുള്ളൂ. ഇവിടെ 2 തരം പെൻഗ്വിനുണ്ട്. ഒന്ന് ജെൻഡു, 2 ചിങ്സ്ട്രാഫ്. ഈ ചിങ്സ്ട്രാഫിൻ്റെ കഴുത്തിൽ ചെറിയ ഒരു പാട് പോലെയുണ്ട്. അത് ഏറ്റവും ചെറുതാണ്. ജെൻഡു ഇച്ചിരി വലുതാണ്. അപ്പോൾ ഇവിടെ ധാരാളം പെൻഗ്വിൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പെൻഗ്വിൻ അത് നാച്ചുറലായിട്ട്, അത് പ്രകൃതിയിൽ തന്നെ ഇവരെ കൂട്ടുകുടുംബമായിട്ടൊക്കെ ഇങ്ങനെ താമസിക്കുന്ന കാണാനും വിശ്രമിക്കുന്ന കാണാനും അവർ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന കാണാനും ഒക്കെ ഒരു നല്ല രസമാണ്. ഇത് നോക്കിയേ, ഒരുത്തിനോട് തലയില്ലാതിരിക്കുന്നു. ഇവിടെ വലിയ അടുപ്പത്തിലാണ്. ഈ വലിയ 100 കണക്കിന് പെൻഗ്വിൻ്റെ ആ അടുത്തുനിന്ന് മാറി പരസ്പരം അടുത്തടുത്തിരിക്കുകയാണ്. എനിക്കൊന്ന് പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഒരുത്തൻ അങ്ങോട്ട് മാറിയിരിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് മാറിയിരിക്കുന്നു. എന്തായാലും മനുഷ്യരെ പോലെ തന്നെ ഇവർക്കും വിചാരങ്ങളുണ്ട്. അങ്ങ് ദൂരെ നമ്മുടെ കപ്പൽ ആൽബട്രോസ് ഇറക്കാൻ നടാ. എന്ത് ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ. മഞ്ഞുമലയും കടലും ഈ പെൻഗ്വിനും ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒരു നല്ലൊരു മാസ്മരികമായ ഒരു കാഴ്ച തന്നെയാണിത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ തിരിച്ച് ബോട്ടിലേക്ക് ഞങ്ങൾ കയറാൻ പറഞ്ഞു. ഞങ്ങളുടെ ആൽബട്രോസിലേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ ഷൂസ് തുടയ്ക്കണം. കാരണം ഇതിൻ്റെ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയാണ്. നല്ലൊരു സംവിധാനമാണ്. മഞ്ഞുമലകളും പെൻഗ്വിനും സീലുകളും അന്റാർട്ടിക്കയിലെ നയനമനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ സോഡിയാക്ക് ബോട്ടിൽ കപ്പലിലേക്ക് നീങ്ങുകയാണ്. ഓരോ യാത്ര കഴിഞ്ഞ് തിരികെ കപ്പലിൽ വരുമ്പോൾ നമ്മുടെ ബൂട്ടുകൾ ഈ കാണുന്ന അണുവിമുക്തമാക്കുന്ന ലായനിയിൽ കഴുകി നമുക്കുള്ള ലോക്കറിൽ നമ്മൾ വെക്കണം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളിനി ബൂട്ടും മറ്റ് ലൈഫ് ജാക്കറ്റൊക്കെ ഊരി വെച്ച് ഞങ്ങൾക്കായുള്ളൊരു അറയുണ്ട്, അവിടെ സൂക്ഷിച്ച് വെക്കണം. അടുത്ത സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.